എല്ലാവർക്കും നമസ്കാരം. വെക്ടേഴ്സ് പാർട്ട് 6. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സ്കാലാർ പ്രോഡക്റ്റ് അഥവാ ഡോട്ട് പ്രോഡക്റ്റിനെ പറ്റിയും അതിൻ്റെ പ്രോപ്പർട്ടീസും അതുപോലെ തന്നെ അതിൻ്റെ കുറച്ച് പ്രോബ്ലംസുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഈ വീഡിയോയിൽ നമുക്ക് അതിൻ്റെ അപ്ലിക്കേഷനായ വർക്ക് ഡൺ കണ്ടുപിടിക്കുന്നത് എങ്ങനെ എന്നുള്ളതിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് കടക്കാം. Work done by a force. Suppose a force vector F acts on a body, producing it a displacement from the point A to the point B. Then the work W done by the constant force vector F is given by W equal to force dot displacement, which is equal to vector F dot vector AB equal to mod vector F into mod vector AB cos theta, where theta is the angle between vector F and vector AB. അതായത് ഒരു ഫോഴ്സ് വെക്ടർ എഫ് ഒരു ബോഡിയിൽ മേൽ അപ്ലൈ ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ആ ബോഡിക്ക് ഒരു ഡിസ്പ്ലേസ്മെൻ്റ് ഉണ്ടായിരിക്കും. അതായത് ആ ബോഡി എ എന്ന പോയിന്റിൽ നിന്നും ബി എന്ന പോയിന്റിലേക്ക് മാറുന്നു. ഇപ്പോൾ നമുക്ക് ടോട്ടൽ വർക്ക് ഡൺ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ഫോഴ്സ് ഡോട്ട് ഡിസ്പ്ലേസ്മെൻറ്റ് ചെയ്താൽ മതിയാകും. അതായത് വെക്ടർ എഫ് ഡോട്ട് വെക്ടർ എ ബി. നമുക്കറിയാം രണ്ട് വെക്ടേഴ്സിൻ്റെ ഡോട്ട് പ്രോഡക്റ്റ് കണ്ടുപിടിക്കാൻ വെക്ടർ എ ഡോട്ട് വെക്ടർ ബി ഈക്വൽ ടു mod vector A into mod vector B into cos theta, where theta is the angle between vector A and vector B ആണെന്നറിയാം. അതുപോലെ തന്നെ W equal to vector F dot vector AB, which is equal to mod vector F into mod vector AB cos theta, where theta is the angle between vector F and vector AB. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ വർക്ക് എന്ന് പറയുന്നത് സ്കേലാർ ക്വാണ്ടിറ്റിയാണ്. നമുക്കറിയാം രണ്ട് വെക്ടേഴ്സിൻ്റെ ഡോട്ട് പ്രോഡക്റ്റ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്നത് ഒരു സ്കേലാർ ആയിരിക്കും. നോട്ട് 1. ഇഫ് വെക്ടർ എഫ് ഈസ് ദി റിസൾട്ടൻ്റ് ഓഫ് ടു ഫോഴ്സസ് വെക്ടർ F1 ആൻഡ് വെക്ടർ F2 ആക്ടിംഗ് അറ്റ് ദി സെയിം പോയിന്റ് ആൻഡ് കോസിംഗ് ദ സെയിം ഡിസ്പ്ലേസ്മെൻറ്റ് vector AB, then we have vector F equal to vector F1 plus vector F2 and vector F dot vector AB equal to vector F1 plus vector F2 dot vector AB, which is equal to vector F1 dot vector AB plus vector F2 dot vector AB. അതായത് രണ്ട് ഫോഴ്സ് നമ്മൾ ഒരു ബോഡിയിൽ മേൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ടോട്ടൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഈ രണ്ട് ഫോഴ്സിൻ്റെയും സം ആയിരിക്കും. അതുകൊണ്ട് തന്നെ വർക്ക് ഡൺ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി ടോട്ടൽ ഫോഴ്സ് ഡോട്ട് വെക്ടർ എ ബി, ടോട്ടൽ ഫോഴ്സ് ഡോട്ട് ഡിസ്പ്ലേസ്മെൻറ്റ്, ദാറ്റ് ഈസ് ദി വർക്ക് ഡൺ ബൈ ദി റിസൾട്ടൻ്റ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു ദി സം ഓഫ് ദി വർക്ക്സ് done by the forces separately. Problem 9. Find the work done by the force vector F equal to I plus 2j plus k acting on a particle which is displaced from the point with the position vector 2i plus j plus k to the point with the position vector 3i plus 2j plus 4k. നമുക്കൊരു ഫോഴ്സ് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഫോഴ്സ് പാർട്ടിക്കിളിന്മേൽ അപ്ലൈ ചെയ്യുമ്പോൾ ആ പാർട്ടിക്കിൾ മൂവ് ചെയ്തു. ആ സ്റ്റാർട്ട് ചെയ്ത പോയിന്റിൻ്റെ പൊസിഷൻ വെക്ടറും അതുപോലെ ഫൈനൽ മൂവ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷമുള്ള പോയിന്റിൻ്റെ പൊസിഷൻ വെക്ടറും നമുക്ക് തന്നിട്ടുണ്ട്. വി ഹാവ് ടു ഫൈൻഡ് ദി വർക്ക് ഡൺ ബൈ ദി ഫോഴ്സ്. ആദ്യമായി നമുക്ക് ഗിവൻ ഫോഴ്സ് vector F equal to I plus 2j plus k. Let A and B be the points whose position vectors are 2i plus j plus k and
3i plus 2j plus 4k. അതായത് എ എന്ന പോയിന്റിനു കറസ്പോണ്ടിങ് ആയിട്ടുള്ള പൊസിഷൻ വെക്ടറാണ് 2i plus j plus k. അതുപോലെ തന്നെ ബി എന്ന പോയിന്റിനു കറസ്പോണ്ടിങ് ആയിട്ടുള്ള പൊസിഷൻ വെക്ടറാണ് 3i plus 2j plus 4k. Then the displacement vector equal to vector AB, which is equal to position vector of B minus position vector of A. ആദ്യമായി നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം വെക്ടർ എ ബി ഈക്വൽ ടു പൊസിഷൻ വെക്ടർ ഓഫ് ടെർമിനൽ പോയിന്റ് മൈനസ് പൊസിഷൻ വെക്ടർ ഓഫ് ഇനീഷ്യൽ പോയിന്റ്, which is equal to 3i plus 2j plus 4k minus 2i plus j plus k, which is equal to I j plus 3k. ഇപ്പോൾ നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ കിട്ടിക്കഴിഞ്ഞു. Therefore, work done equal to vector f dot vector AB, which is equal to I plus 2j plus k dot I plus j plus 3k. നമുക്കറിയാം രണ്ട് വെക്ടേഴ്സിൻ്റെ ഡോട്ട് പ്രോഡക്റ്റ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി കറസ്പോണ്ടിങ് ഐ ജെ കെ എന്നിവയുടെ കോഎഫിഷ്യൻസ് മൾട്ടിപ്പിൾ ചെയ്ത് ആഡ് ചെയ്താൽ മതിയാകും. ഫസ്റ്റ് വെക്ടറിലെ ഐയുടെ കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത് 1, അതുപോലെ തന്നെ സെക്കൻഡ് വെക്ടറിലെ ഐയുടെ കോഎഫിഷ്യൻ്റ് 1, then 1 into 1 plus coefficient of j in the first vector 2, coefficient of j in the second vector 1, then 2 into 1 plus coefficient of k in the first vector into coefficient of k in the second vector 3, which is equal to 1 plus 2 plus 3, which is equal to 6 units. For work done ആയതുകൊണ്ട് it is a scalar quantity. Problem 10. Find the work done by the force vector F equal to 2i plus j plus k acting on a particle such that the particle is displaced from the point 333 to a point 4 minus 1 2. അതായത് നമുക്കൊരു ഫോഴ്സ് തന്നിട്ടുണ്ട്. ഈ ഫോഴ്സ് ഒരു പാർട്ടിക്കിളിന്മേൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആ പാർട്ടിക്കിൾ ആദ്യത്തെ പോയിന്റിൽ നിന്നും രണ്ടാമത്തെ പോയിന്റിലേക്ക് മൂവ് ചെയ്യുന്നു. നമുക്ക് ടോട്ടൽ വർക്ക് ഡൺ കണ്ടുപിടിക്കണം. സൊല്യൂഷൻ: given force F equal to I plus 2j plus k. Let A and B be the points 333 and 4 minus 1 2 respectively. നമുക്ക് തന്നിരിക്കുന്ന രണ്ട് പോയിന്റ്സിനെയും ആദ്യത്തെ പോയിന്റ് എ എന്നും രണ്ടാമത്തെ പോയിന്റ് ബി എന്നും നമ്മൾ അടയാളപ്പെടുത്തുന്നു. Then the position vector of A equal to 3i plus 3j plus 3k. Similarly, position vector of B equal to 4i minus j plus 2k. We have to find the displacement vector, vector AB, which is equal to position vector of B minus position vector of A, which is equal to 4i minus j plus 2k minus 3i plus 3j plus 3k, which is equal to I minus 4j minus k. ഇപ്പോൾ നമുക്ക് വെക്ടർ എ ബി ലഭിച്ചു കഴിഞ്ഞു. Therefore, work done equal to vector F dot vector AB, which is equal to 2i plus j plus k dot I minus 4j minus k. നമുക്കറിയാം ഡോട്ട് പ്രോഡക്റ്റ്, രണ്ട് വെക്ടേഴ്സിൻ്റെ ഡോട്ട് പ്രോഡക്റ്റ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി ഫസ്റ്റ് വെക്ടറിലെ ഐയുടെ കോഎഫിഷ്യൻ്റ് ഇൻറ്റു സെക്കൻഡ് വെക്ടറിൻ്റെ ഐയുടെ കോഎഫിഷ്യൻ്റ് പ്ലസ് ഫസ്റ്റ് വെക്ടറിൻ്റെ ജെയുടെ കോഎഫിഷ്യൻ്റ് ഇൻറ്റു സെക്കൻഡ് വെക്ടറിൻ്റെ ജെയുടെ കോഎഫിഷ്യൻ്റ് പ്ലസ് ഫസ്റ്റ് വെക്ടറിലെ കെയുടെ കോഎഫിഷ്യൻ്റ് ഇൻറ്റു സെക്കൻഡ് വെക്ടറിൻ്റെ കെയുടെ കോഎഫിഷ്യൻ്റ്, which is equal to 2 into 1 plus 1 into minus 4 plus 1 into minus 1, which is equal to 2 minus 4 minus 1, which is equal to minus 3 units. നമുക്കറിയാം രണ്ട് വെക്ടേഴ്സിൻ്റെ ഡോട്ട് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഒരു സ്കേലാർ ക്വാണ്ടിറ്റിയാണ്. ആൻഡ് ഹിയർ വർക്ക് ഡൺ ഈക്വൽ ടു minus 3 units. It is a scalar quantity.
Next problem, problem 11. The constant forces 2i minus 5j plus 6k minus I plus 2j minus k and 2i plus 7j acting on a particle such that the particle is displaced from the position 4i minus 3j minus 2k to 6i plus j minus 3k. Find the total work done. നമുക്കിവിടെ 3 ഫോഴ്സ് തന്നിട്ടുണ്ട്. ഈ 3 ഫോഴ്സും ഒരേ പാർട്ടിക്കിളിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ആ പാർട്ടിക്കിൾ ആദ്യത്തെ പൊസിഷനിൽ നിന്നും രണ്ടാമത്തെ പൊസിഷനിലേക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞു. വി ഹാവ് ടു ഫൈൻഡ് ദി ടോട്ടൽ വർക്ക് ഡൺ. അപ്പോൾ നമുക്ക് 3 ഫോഴ്സ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതുണ്ടെങ്കിൽ കൂടി നമുക്ക് ടോട്ടൽ ഫോഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി ഈ 3 ഫോഴ്സും നമ്മൾ ആഡ് ചെയ്യുന്നു. ലെറ്റ് വെക്റ്റർ എഫ് ഡിനോട്ട് ദി ടോട്ടൽ ഫോഴ്സ് acting on the particle. Then vector F equal to 2i minus 5j plus 6k plus minus I plus 2j minus k plus 2i plus 7j which is equal to 3i plus 4j plus 5k. ഇനി നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം പൊസിഷൻ വെക്റ്റേഴ്സ് തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് 2 പോയിന്റ്സ് എടുക്കാം. Let A and B be the points whose position vectors are 4i minus 3j minus 2k and 6i plus j minus 3k. Hence, the displacement vector AB equal to position vector of B minus position vector of A, which is equal to 6i plus j minus 3k minus 4i minus 3j minus 2k, which is equal to 2i plus 4j minus k. ഇപ്പോൾ നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് വെക്റ്റർ ലഭിച്ചു കഴിഞ്ഞു. Now we have to find the total work done, which is equal to vector f dot vector AB, which is equal to 3i plus 4j plus 5k dot 2i plus 4j minus k. നമുക്കറിയാം രണ്ട് വെക്റ്റേഴ്സിൻ്റെ ഡോട്ട് പ്രോഡക്റ്റ് കണ്ടുപിടിക്കാൻ ഹിയർ കോഎഫിഷ്യൻ്റ് ഓഫ് ഐ ഇൻ ദി ഫസ്റ്റ് വെക്റ്റർ ഇൻറ്റു കോഎഫിഷ്യൻ്റ് ഓഫ് ഐ ഇൻ ദി സെക്കൻഡ് വെക്റ്റർ പ്ലസ് കോഎഫിഷ്യൻ്റ് ഓഫ് ജെ ഇൻ ദി ഫസ്റ്റ് വെക്റ്റർ ഇൻറ്റു കോഎഫിഷ്യൻ്റ് ഓഫ് ജെ ഇൻ ദി സെക്കൻഡ് വെക്റ്റർ പ്ലസ് കോഎഫിഷ്യൻ്റ് ഓഫ് കെ ഇൻ ദി ഫസ്റ്റ് വെക്റ്റർ ഇൻറ്റു കോഎഫിഷ്യൻ്റ് ഓഫ് കെ ഇൻ ദി സെക്കൻഡ് വെക്റ്റർ. ദാറ്റ് ഈസ് 3 into 2 plus 4 into 4 plus 5 into minus 1. Which is equal to 6 plus 16 minus 5 which is equal to 17 units. അതായത് വെക്റ്റർ എഫ് ഡോട്ട് വെക്റ്റർ എ ബി രണ്ട് വെക്റ്റേഴ്സിൻ്റെ ഡോട്ട് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഒരു സ്കേലാർ ക്വാണ്ടിറ്റിയാണ്. ഹിയർ 17 ഈസ് എ നമ്പർ. Therefore work done equal to 17 units. Thank you.